മാത്രമല്ല നമ്മുടെ ഈദിന് ഞങ്ങളെല്ലാവരും ഞങ്ങളെ കുടുംബം ഒന്നായിട്ട് കൂടിയ ഒരു ദിവസം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മൾ ആദ്യം തന്നെ പായസമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തതൊക്കെ എത്തിയിട്ടുമുണ്ട്. ഞാൻ പായസം ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ കുഞ്ഞ് വീഡിയോസും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സേമിയ ഇതുപോലത്തെ ടോപ്പ് സേമിയ എടുത്ത് ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുക്കുകയാണ്. കൈ വെച്ചതാ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഒരു 25 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ സേമിയ അതിലേക്ക് അങ്ങോട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 10 മിനിറ്റോളം ഈ സേമിയ അതിൽ കിടന്നിങ്ങനെ തിളച്ച് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഞാനൊരു 2.5 കിലോയോളം പഞ്ചസാര ഒരു 1.5 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് സിറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അതാ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഒരു 2 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ മൂപ്പിച്ച് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അടിപൊളി സേമിയ പായസം റെഡി. പിന്നെ ഞങ്ങൾ ബ്രോസ്റ്റും കൂടി ഇതായതുപോലെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. 2ാം പെരുന്നാളിൻ്റെ അന്നാണ് ഞങ്ങളന്ന് കൂടിയത്. അപ്പോൾ അന്നേ ദിവസം രാവിലെ നേരത്തെ ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന ആ ടൈമിൻ്റെ മുമ്പ് തന്നെ നമ്മൾ മേശയും കസേരയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ടേബിളൊക്കെ ക്ലോത്തൊക്കെ വിരിച്ച് റെഡിയാക്കി. പിന്നെ ഓരോരുത്തരായി എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും 11 മണിയായപ്പോഴേക്കും എല്ലാവരും ഓരോരുത്തരായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഉപ്പാനനിയന്മാരും വൈഫും കുട്ടികളും അങ്ങനെ ഒരുപാട് പേര് മൂത്താപ്പയും മക്കളും ഒരിട മക്കളും പേരക്കുട്ടികളും അങ്ങനെ എല്ലാവരും കൂടിയായിട്ട് നമ്മളെല്ലാവരും ഷെയ്ക്കാൻ്റെ കൊടുക്കലും കെട്ടിപ്പിടിക്കലും ആ ഒരു കണ്ട സന്തോഷം പങ്കുവെക്കലും പെരുന്നാളല്ലേ. അപ്പോൾ ആ ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ എല്ലാവരും ഒരുമിച്ചൊരു ദിവസം ഇങ്ങനെ കൂടിയപ്പോൾ. മറ്റേത് പെരുന്നാൾ ദിവസം ആകുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തമ്മിൽ കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു വിഷമം ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അത് തീർന്ന ഒരു പെരുന്നാളാണിത്. എന്താ വെച്ചാൽ എല്ലാവരും ഒരു ദിവസം ഒരു വീട്ടിൽ എത്തുക. അതും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്ത് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അതൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാവരും വലിയവരും കളികളും പിന്നെ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് കളികളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ പാട്ട് പാടുന്നവർ പാട്ട് പാടിയും ഡാൻസ് കളിച്ചും പിന്നെ കുറേ വിശേഷങ്ങൾ ഒരുപാട് നാളത്തെ കാണലും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കാണാത്തവർ തമ്മിലുള്ള പങ്കുവെക്കലും പിന്നെ അതിന് ശേഷം ഞങ്ങൾ പായസമൊക്കെ വിളമ്പി റെഡിയാക്കി എടുക്കുകയാണ്. വരുന്നവർ ഓരോരുത്തരായി ഇവിടെ നിന്ന് തന്നെ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഫുഡ് തന്നെ വിളമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ടോ. ഇതാണ് എൻ്റെ ഒരു ഇക്കാക്ക. മൂപ്പര് ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിച്ച് ദമ്മൊക്കെ പൊട്ടിച്ച് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് എല്ലാവരും ഇരുന്ന് വർത്താനം പറയലും വരുന്നവർ തമ്മിൽ കാണുമ്പോഴുള്ള ഒരു വർത്താനങ്ങളും പിന്നെ അപ്പോൾ ഇടയ്ക്ക് പാട്ട് പാടുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ തന്നൊരു ദിവസം തന്നെയാണ് ഈ പെരുന്നാൾ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുമ്പോൾ നമ്മൾ മക്കൾ തമ്മിലൊരു ആത്മബന്ധം അതുപോലെ കുടുംബം എന്താണെന്നൊക്കെ ബന്ധങ്ങൾ എന്താണ് എന്നുള്ള വില അവർക്കറിയും. അപ്പോൾ നമ്മൾ അതിനുണ്ട് ചുമ്മുണ്ട് ഇവരൊക്കെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് കഴിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ ബബലും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കസിൻ്റെ മോനാണ്. ആൾ ഭയങ്കരമായിട്ട് ഡാൻസൊക്കെ കളിക്കും. നിങ്ങൾക്ക് കാണാം.
എല്ലാരും പരിഗണിക്കണം. ഈ വീഡിയോ കാണുമ്പോൾ നല്ല രസമാണ്. എന്താ വെച്ചാൽ ഫുഡ് കഴിക്കൽ മാത്രമല്ല, ആ സമയത്ത് നടക്കുന്ന ഓരോ തമാശകളും അങ്ങനെയൊക്കെ ആയിട്ട് ആ സമയം പോയതറിഞ്ഞില്ല. ഞങ്ങൾ ഇതിനു മുമ്പും ഒരു തവണ കൂടിയിട്ടുണ്ടായിരുന്നു കുടുംബസംഘം. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നതുപോലെ പെരുന്നാൾ കൂടണമെന്ന്. ഒരു ദിവസം എല്ലാവരും കൂടി ഒരു ദിവസം ഒരു വീട്ടിൽ കൂടുക എന്നുള്ളത് ഒരു സന്തോഷമാണ്. അത് കാണാൻ തന്നെ ഭംഗിയുമാണ്. നമ്മളെല്ലാവരും അവനവൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മൾ ഒരു ദിവസം കുടുംബത്തിൻ്റെ കൂടെ കഴിയാന്ന് പറഞ്ഞാൽ അതും ചെറിയ പരിപാടിയൊന്നും അല്ലായിരുന്നു കേട്ടോ. എല്ലാവരും പാട്ടും പിന്നെ കസേരക്കളിയും അങ്ങനെ ഒരുപാട് കളികളും കുഞ്ഞു മക്കൾക്ക് പല കളികളും അങ്ങനെ ആയാൽ ഭയങ്കര അവർക്ക് സമ്മാനം കൊടുക്കലും പിന്നെ നമ്മുടെ ഫാത്തിഹ ഓതുന്ന മത്സരം, പാട്ട് മത്സരം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. സമയമില്ലാത്ത കാരണം കൊണ്ട് മാത്രം മാറ്റിവെച്ച കുറേ കളികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു മക്കളെ മുഖത്തും എല്ലാവരുടെ മുഖത്തും എല്ലാവരും കൂടിയതിൻ്റെയും ഒക്കെ സന്തോഷമുണ്ടായി. അതിന് പുറമെ നമ്മുടെ ഉപ്പപ്പാരെ സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അവരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ ചിരിക്കുന്നത് കണ്ടില്ലേ, അവരവരുടേതായിട്ടുള്ള എൻജോയ്മെൻറ്റും. ഉപ്പപ്പന്മാരൊക്കെ നമ്മൾ വിചാരിച്ചതിലും അവരായിരുന്നു മുന്നിലേക്ക് ഐസ്ക്രീം കഴിക്കാനും പായസം കഴിക്കാനൊക്കെ. അപ്പം എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ എല്ലാ വർഷവും എല്ലാ പെരുന്നാളും കൂടാൻ അല്ലാഹു എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം നൽകട്ടെ. ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും എല്ലാ പെരുന്നാളുകളും ഇതുപോലെ സന്തോഷത്തോടെ കൂടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇതുപോലെ ഇനി കൂടാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിനൊന്ന് വെച്ചുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അതൊക്കെ ആസ്വദിച്ചു. എല്ലാവരും ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഐസ്ക്രീമും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എല്ലാവരും തന്നെ ഒത്തൊരുമിച്ചൊരു പരിപാടി നടത്തി. അതിൻ്റെ സന്തോഷം വലുത് തന്നെയാണ്. പിന്നീട് പാട്ട് പാടിയവർക്കൊക്കെ ഗിഫ്റ്റും മിഠായികളും സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഉപ്പപ്പന്മാരും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അങ്ങനെ ഓരോരുത്തരായി ഫാത്തിഹ സൂറത്തൊക്കെ ഓതി മത്സരിച്ചു. മത്സരം കഴിഞ്ഞതിന് ശേഷമാണ് ഗിഫ്റ്റ് കൊടുത്തത്. ഫസ്റ്റ് പ്രൈസ് നമ്മൾ കുഞ്ഞ് അഫ്രീനായിരുന്നു. പിന്നെ അതാ എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും 20 രൂപ വെച്ചിട്ട് എല്ലാവർക്കും സമ്മാനം കിട്ടി. അപ്പോൾ അതും എല്ലാ മക്കൾക്കും ഒരു സന്തോഷം തന്നെയായിരുന്നു. പെരുന്നാൾ പൈസയായിട്ട് ഇതുവരെ പാട്ട് പാടിയവർക്ക് ചോക്ലേറ്റും മുട്ടായികളും അതാ ഭയങ്കര 50 പൈസയൊക്കെ സമ്മാനമായി കൊടുത്ത് ഭയങ്കര രസമായിരുന്നു. ഓരോ കോമഡികളും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് പാട്ടൊക്കെ പാടി. വലിയ ഗായകന്മാരൊന്നുമല്ല, അതുകൊണ്ട് തന്നെ പാട്ട് പുറത്ത് വിടുന്നുമില്ല. അപ്പോൾ ഇതുപോലെ കുട്ടികളൊക്കെ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ അവർക്കും എല്ലാവരും സമ്മാനങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മളെ ചാച്ചുവിന് തന്നെ ഇതാണ് അഫ്രീൻ. ഇവർക്കാണ് അഫ്രീനാണ് ഫസ്റ്റ് പ്രൈസ് 50 രൂപ കിട്ടിയത്. പിന്നെ ഞങ്ങൾ കസേരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങളെ ലേഡീസിൻ്റെ കസാലക്കളി തന്നെയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. എല്ലാവരും കസാലക്ക് തമ്മിലുള്ള തല്ലും അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ പടക്കവും മേശപ്പും
അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഈ ഒരു പെരുന്നാൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് തന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒരുമിച്ചുള്ളൊരു പെരുന്നാൾ.